അടെ ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല, അതിനിടയ്ക്ക് നീ ഇങ്ങ് വന്നു. അളിയ അതിലും വലിയൊരു പ്രശ്നം, അതല്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്തോന്ന് പ്രശ്നം? നിനക്ക് എന്തും പ്രശ്നം തന്നെ ഡേ. എന്തുവാടെ നിന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം? എനിക്ക് എന്തോന്ന് പ്രശ്നം? അളിയ നമ്മൾ കനകന്റെ ഒരു ചെക്ക് അടിച്ചു മാറ്റി സുരേന്ദ്രൻ മുതലാളി കൊടുത്ത് ഓർമ്മയുണ്ടോ പൈസ മേടിച്ചത്? അതൊക്കെ പറ. എനിക്ക് ഓർമ്മയുണ്ട്, നീയല്ലേ എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. ഞാൻ ചെയ്യിച്ചെന്ന് പറഞ്ഞു. എനിക്കിപ്പം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല, പള്ളി പോലും പോകാൻ പറ്റുന്നില്ല. അല്ല, നിനക്കിപ്പോ എന്താണ് അതുകൊണ്ട് പ്രശ്നം? എനിക്കെന്താണ് പ്രശ്നമെന്നോ? അയാൾ എന്നെ വഴി കാണുമ്പോൾ ചീത്ത വിളിക്കുകയാണ് സുരേന്ദ്രൻ മുതലാളി. നിന്റെ അടുത്ത് അന്ന് പറഞ്ഞാണ് ആ പൈസ കിട്ടുമ്പോൾ കൊടുക്കണോ നീ അന്ന് കൊടുത്തോ? കാശ് കിട്ടിയപ്പോൾ അളിയന്റെ സ്വന്തം പരിപാടി ഞാൻ കാണിച്ചു. ഇവിടെ പൈസ എന്ന് പറയുന്നത് ഓരോ ആവശ്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ ഇല്ലാത്ത ആവശ്യങ്ങളൊക്കെ വരികയും ചെയ്യും. ഞാൻ അന്ന് വെച്ചിരുന്നതാണ്. അപ്പോഴേക്കാണ് അന്ന് മറ്റേ എന്തോ കൊച്ചിൻ്റെ ഫീസ് വന്ന്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെ കുറേശ്ശെ പാർട്ടിയുടെ പരിപാടി വന്ന് ആ പൈസ എല്ലാം ചിലവായി. ഇപ്പം എന്ത് പ്രശ്നം എന്താണെന്ന് പറയാം. എൻ്റെ അളിയ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അയാൾ ആ ചെക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്താ നീ കണ്ടോ? ഞാൻ കണ്ടോന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന് രാവിലെ എന്നെ തടഞ്ഞു നിർത്തിയാണ് പറഞ്ഞത് ഈ കാര്യം. എന്തെന്ന്? ഇന്ന് രാവിലെ. എന്താ പറയുക? 2 ദിവസമായെന്ന് വക്കീൽ നോട്ടീസ് അയച്ചിട്ട്. 2 ദിവസമായോ? 2 ദിവസമായി. അപ്പോൾ ഇനി വന്നു കാണുമോ? അല്ലേ നീ വന്നു നോക്കാത്തെന്ത്? വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം പറഞ്ഞാൽ ശനിയാഴ്ച അയച്ച് ഇന്നലെ ഞായറാഴ്ച, ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ ഇന്നലെ വന്നിട്ടില്ല. പിന്നെ ഇന്ന് വരും. ഇന്ന് ഉറപ്പായിട്ട് വരും. ഇന്ന് വന്നില്ലേ നാളെ ഉറപ്പായിട്ട് വരും. ഇതിപ്പോൾ എന്ത് ജോലി എവിടെ? ഇത് വലിയ പ്രശ്നമാവും. ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ ആവും. ഒന്നാമത് അമ്മ ഇവിടെ ഉണ്ട്. ഇനി അഥവാ പോസ്റ്റ്മാൻ അതും കൊണ്ട് ഇവിടെ വന്നാൽ അമ്മയുടെ കൈ കിട്ടും. അമ്മയുടെ കൈ കിട്ടിയ അമ്മ ഉടനെ കനകനെ വിളിച്ച് പറഞ്ഞാൽ ആ കാലം പാവും. എടാ, നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാൽ നീ അല്ലേ എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്? എടാ, ഞാൻ എന്ത് വഴി പറയാനാ? ഞാൻ അന്ന് ഒരു കാര്യം നടക്കാനല്ലേ നമ്മളിത് ചെയ്തത്. നമുക്ക് കാശ് കിട്ടിയതല്ലേ. നീ അന്നേരം ആ കാശ് എടുത്ത് വേറെ വഴിക്ക് ചിലവാക്കിയിട്ടല്ലേ ഇത് പറ്റിയത്. എടേ, ഞാൻ പറഞ്ഞല്ലേ, മനുഷ്യൻ ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പം ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറയാം. എന്ത് ചെയ്യാൻ ഇപ്പം ഞാൻ? എടാ, ഏറ്റവും വലിയ പ്രശ്നം എന്തോന്ന് പറയാം, കനകൻ സർക്കാർ ജോലി ഉള്ളതാണ്. അവൻ്റെ കേസായി കഴിഞ്ഞാൽ അവൻ്റെ ജോലി പോകും. പോസ്റ്റ്മാൻ ഇപ്പം വരാനുള്ള സമയം ആയില്ല.